എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തീർക്കാൻ പോകുന്ന ടോപ്പിക്ക് NDPS ആണ്. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ NDPS കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. അപ്പോൾ അധികം ടൈം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അതിൻ്റെ കൊല്ലം 1985 ആണ്. അപ്പോൾ NDPS എന്നുള്ള പേര് പഠിക്കുമ്പോൾ ആ കൊല്ലം കൂടെ ചേർത്ത് പറഞ്ഞ് പഠിക്കുക. NDPS 1985. അപ്പോൾ നമുക്കൊരിക്കലും ആ കൊല്ലം മറന്നു പോവില്ല. NDPS 1985 ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് 1985 ഓഗസ്റ്റ് 23-നാണ്. ബില്ല് അംഗീകരിച്ചത് സെപ്റ്റംബർ 16-നും. അപ്പോൾ ലോകസഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 23-നും, ബില്ല് അംഗീകരിച്ചത് സെപ്റ്റംബർ 16-നുമാണ്. ആക്ട് നിലവിൽ വന്നത് നവംബർ 14-നാണ്. അത് നമുക്ക് ആലോചിക്കാൻ വേണ്ടി മാത്രം ഒരു കോഡ് എന്ന് പറയുമ്പോൾ കുട്ടികളാണ് കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കാമെന്ന് അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. കുട്ടികളാണ് കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കാമെന്ന് ആലോചിക്കുക. അതായത് ശിശുദിനത്തിൻ്റെ അന്ന് നവംബർ 14 1985-നാണ് NDPS ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, ഈ ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. NDPSൻ്റെ ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ്. അപ്പോൾ അത് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് ഈ മയക്കുമരുന്ന് വിൽപ്പന അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് ഗ്യാനി സെയിൽ സിംഗ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഗ്യാനി സെയിൽ സിംഗ് ആണ് ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ്. പിന്നെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് വരുന്നത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായത് 1986-ലാണ്. അതായത് ആക്ട് വന്ന് പിന്നത്തെ കൊല്ലം 1985 NDPS ആക്ട് നിലവിൽ വന്നു. 1986 നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ, അതായത് ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് സത്യനാരായൺ പ്രധാൻ. ഇപ്പോഴത്തെ അനുരാഗ് ഖാർഗെ. ഇനി സെക്ഷനുകളിലേക്ക് പോകാന്ന് വെച്ചാൽ എല്ലാത്തിലെയും പോലെ തന്നെ അധ്യായം 1 ചുരുക്കപ്പേരും വ്യാപ്തിയുമാണ് അധ്യായം 1 പറയുന്നത്. അധ്യായം 4-ലാണ് കുറ്റങ്ങളും പിഴകളെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 25 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 25 ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായിട്ട് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. അത് നമുക്ക് ആലോചിച്ച് കണക്ട് ചെയ്തെടുക്കാനായിട്ട് 25 എന്ന് പറയുമ്പോൾ ഒരാളുടെ 25 സെൻറ്റ് സ്ഥലം അയാൾ വേറൊരാൾക്ക് വാറ്റാനൊക്കെ ആയിട്ട് കൊടുത്തു. അപ്പോൾ 25 സെൻറ്റ് സ്ഥലം വേറൊരാൾക്ക് വാറ്റാനൊക്കെ ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ സെക്ഷൻ 25 എന്താ പറയുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായിട്ട് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. അപ്പോൾ ഇപ്രകാരം ചെയ്താൽ എന്ത് ശിക്ഷ ലഭിക്കുക? ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ ഈ കൊടുക്കുന്ന ആൾക്കും കിട്ടും. ഓക്കെ, ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് ലഭിക്കുക. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 27. സെക്ഷൻ 27 പറയുന്നത് ഏതെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപിക് ലഹരി പദാർത്ഥങ്ങളോ കഴിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ്. സെക്ഷൻ 27 ഏതെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപിക് ലഹരി പദാർത്ഥങ്ങളോ കഴിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 27 പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു 4 സെക്ഷൻസ് നമുക്കൊരു കഥ പോലെ പഠിക്കാം. അതായത് ഒരു വ്യക്തി അയാളുടെ 27-ാമത്തെ വയസ്സിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് സെക്ഷൻ 27 പറയുന്നത്. എന്താ സെക്ഷൻ 27 പറയുന്നത്? ഏതെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപിക് ലഹരി പദാർത്ഥങ്ങളോ കഴിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 27 പറയുന്നത്. അപ്പോൾ എന്താ നമ്മുടെ കൂടെ ഒരു വ്യക്തി അയാളുടെ 27-ാമത്തെ വയസ്സിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ നമുക്ക് അടുത്ത ഒരു 4 സെക്ഷൻസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളോ കഴിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാ? അത് സെക്ഷൻ 27-ലാണ് അതിൻ്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശിക്ഷ എന്താണെന്ന് നോക്കാന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം മുഖേന വ്യക്തമാക്കിയ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ കഴിക്കുകയെന്ന് വെച്ചാൽ 1 വർഷം വരെ നീട്ടിയേക്കാവുന്ന കഠിന തടവോ 20,000 രൂപ വരെ പിഴയോ ലഭിക്കാം. ഔദ്യോഗിക ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ കിട്ടാം. അല്ല, ഗസറ്റിലൊന്നും പബ്ലിഷ് ചെയ്യാത്ത ലഹരി പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 മാസം വരെയാണ് തടവ്. 6 മാസം വരെ കഠിന തടവും പിന്നെന്താ 10,000 രൂപ വരെ
പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഗസറ്റിലൊന്നും പബ്ലിഷ് ചെയ്യാത്ത ലഹരി വസ്തുക്കളാണ് കഴിക്കുന്നതെങ്കിൽ 6 മാസം വരെ നീണ്ടു നിൽക്കാവുന്ന തടവോ 10,000 രൂപ വരെ പിഴയോ ലഭിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 28. സെക്ഷൻ 28 പറയുന്നത് കുറ്റകൃത്യം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 28 പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ എന്താ പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു നമ്മൾ ഒരു വ്യക്തി അയാളുടെ 27ാമത്തെ വയസ്സിൽ മയക്കുമരുന്ന് കഴിച്ചു തുടങ്ങി. അപ്പോൾ മയക്കുമരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങും അല്ലേ. അപ്പോൾ 28ാമത്തെ വയസ്സിൽ, പിന്നത്തെ കൊല്ലം 28ാമത്തെ വയസ്സിൽ അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 28 പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമങ്ങൾക്കുള്ള ശിക്ഷ എന്താണ്? ആ കുറ്റത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ ശ്രമങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 31. ഈ പുള്ളിക്ക് ഒരു 31 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇയാൾ കുറ്റങ്ങൾ ഇങ്ങനെ ചെയ്ത് ഈ കുറ്റങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. 31 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇയാളിങ്ങനെ 27 വയസ്സിൽ ഉപയോഗിച്ച് തുടങ്ങി. 28 വയസ്സിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയാണ്. അങ്ങനെ 31 വയസ്സായപ്പോൾ ഇയാൾ കുറ്റങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് തുടങ്ങി. അപ്പോൾ എന്താ, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31 പറയുന്നത്. ഈ നിയമപ്രകാരം ശിക്ഷാർഹമായ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയോ ചെയ്ത ഒരു വ്യക്തി വീണ്ടും ഇതേ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ ഈ വകുപ്പ് പ്രകാരം ആ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതാണ്. തുടർന്നും കുറ്റകൃത്യം ആവർത്തിച്ചാൽ ശിക്ഷയുടെ 1.5 മടങ്ങ് വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലേക്ക് തടവും ശിക്ഷയുടെ 1.5 മടങ്ങ് വരെ നീണ്ടു നിൽക്കുന്ന പിഴ ശിക്ഷയും ലഭിക്കാം. അപ്പോൾ അതാണ് സെക്ഷൻ 31 പറയുന്നത്. ഈ 31 തന്നെ വേറെ 31A എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ട്. 31A എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അപ്പോൾ ഈ 31A പറയുന്നത് എന്താ, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കൂടുതലും NDPSCന്ന് വരാൻ സാധ്യതയുള്ള സെക്ഷനാണ് 31A. അപ്പോൾ സെക്ഷൻ 31A പറയുന്നത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 31A ആണ്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 12. സെക്ഷൻ 12 പറയുന്നത് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയിലെ ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ്. സെക്ഷൻ 12 പറയുന്നത് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയിലെ ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 12 പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കാനായിട്ട് 12 നമ്മൾ ഹിന്ദിയിൽ ബാരഹ് എന്നാണ് പറയുക. 12 ഹിന്ദിയിൽ ബാരഹ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആ ബാരഹിയിൽ നിന്ന് നമുക്ക് ബാഹ്യ ഇടപാടുകളിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാം. ബാഹ്യ ഇടപാടുകൾ അതായത് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയിലെ ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 12 പറയുന്നത്. ഈ ബാഹ്യ ഇടപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻ അനുമതിയോടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യവസ്ഥകൾക്ക് വിധേയമായോ ഇന്ത്യക്ക് പുറത്തുനിന്ന് മയക്കുമരുന്നോ മറ്റ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളോ നേടുകയോ അതിൻ്റെ വ്യാപാരത്തിൽ ഏർപ്പെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുതെന്നാണ് സെക്ഷൻ 12 പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 19. സെക്ഷൻ 19 പറയുന്നത് കൃഷിക്കാരൻ കറുപ്പ് അപഹരിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ 19 പറയുന്നത് കൃഷിക്കാരൻ കറുപ്പ് അപഹരിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട്, നമ്മുടെ ഈ നോർത്ത് സൈഡിലൊക്കെ അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം തന്നെയാണ് കൃഷി. അപ്പോൾ അവർ ഏകദേശം ഒരു 19 വയസ്സാകുമ്പോഴേക്കും അവരെല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം. എന്താ, കൃഷിക്കാരൻ കറുപ്പ് അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 പറയുന്നത്. കറുപ്പ് കൃഷി ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസുള്ള ഏതെങ്കിലും കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗം അപഹരിക്കുകയോ അനധികൃതമായിട്ട് വിനിയോഗിക്കുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ശിക്ഷ എന്താ, 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്തതും 2 ലക്ഷം വരെ ആകാവുന്ന പിഴയും ലഭിക്കാം. ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന കഠിന തടവും
1,00,000 കുറയാത്തതും 2,00,000 വരെയാവുന്ന പിഴയും ലഭിക്കാം. എന്തിന്? കൃഷിക്കാരൻ കറുപ്പ് അപഹരിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 24. സെക്ഷൻ 24 പറയുന്നത് വകുപ്പ് 12 വിരുദ്ധമായിട്ട് മയക്കുമരുന്ന്, മറ്റ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ ബാഹ്യ ഇടപാടുകൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ്. അപ്പോൾ വകുപ്പ് 12 എന്താ പറഞ്ഞിരുന്നത്? 12 മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് വകുപ്പ് 12 പറഞ്ഞത്. അപ്പോൾ ഈ 12ൻ്റെ നേരെ ഇരട്ടിയാണ് 24. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. 12ൻ്റെ ഇരട്ടിയാണ് 24. അതായത് 24 പറയുന്നത് വകുപ്പ് 12 വിരുദ്ധമായിട്ട് മയക്കുമരുന്ന്, മറ്റ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയുടെ ബാഹ്യ ഇടപാടുകൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ശിക്ഷ എന്താ? ബാഹ്യ ഇടപാടുകൾക്ക് ശിക്ഷ പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും 1,00,000 കുറയാത്തതും 2,00,000 വരെ നീട്ടാവുന്നതുമായ പിഴയുമാണ് ഇതിനുള്ള ശിക്ഷയും. അപ്പോൾ സെക്ഷൻ 19ൻ്റെ ശിക്ഷയും സെക്ഷൻ 24ൻ്റെ ശിക്ഷയും സെയിം ആണ്. 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ ആവുന്ന കഠിന തടവും പിന്നെന്താ 1,00,000 കുറയാത്തതും 2,00,000 വരെ ആകാവുന്ന പിഴയും ലഭിക്കാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 27A. 27Aയിൽ പറയുന്നത് അനധികൃത ലഹരി കടത്തലിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 27Aയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 27A എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അനധികൃത ലഹരി കടത്തലിന് ധനസഹായം നൽകുക. പിന്നെന്താ? വീണ്ടും എന്ന് പറയുമ്പോൾ അഭയം നൽകുക. കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനൊക്കെ ഉള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 27Aയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറ്റവാളികൾക്ക് ധനസഹായം നൽകി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അഭയം നൽകി അങ്ങനെയൊക്കെ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? അങ്ങനെ ചെയ്താലുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും 1,00,000 കുറയാത്തതും 2,00,000 വരെ ആകാവുന്ന പിഴയും ലഭിക്കാം. അപ്പോൾ നമ്മൾ 3 സെക്ഷനുകൾ പഠിച്ചു. ആ 3 സെക്ഷൻ്റെയും ശിക്ഷ സെയിം ആണ്. ഏതൊക്കെയാണ് ആ 3 സെക്ഷൻസ്? സെക്ഷൻ 19. സെക്ഷൻ 19 എന്താ? കൃഷിക്കാരൻ കറുപ്പ് അപഹരിച്ചാലുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 19. പിന്നെ പഠിച്ച സെക്ഷനാണ് സെക്ഷൻ 24. സെക്ഷൻ 24 വകുപ്പ് 12 വിരുദ്ധമായിട്ട് മയക്കുമരുന്നുകളുടെ ബാഹ്യ ഇടപാടുകൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. അപ്പോൾ 19, 24 പിന്നെന്തായിരുന്നു? 27A. 27A എന്ന് പറയുമ്പോൾ അനധികൃത ലൈംഗിക കടത്തലിന് ധനസഹായം നൽകുകയോ അല്ലെങ്കിൽ അഭയം നൽകുക. കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 27A. അപ്പോൾ ഈ 3 വകുപ്പിൻ്റെയും ശിക്ഷ സെയിമാണ്. ആ 3 വകുപ്പിൻ്റെയും ശിക്ഷ 10 വർഷം മുതൽ 20 വർഷം വരെ ആകാവുന്ന കഠിന തടവും 1,00,000 കുറയാത്തതും 2,00,000 വരെ ആവുന്ന പിഴയും ലഭിക്കാം. ഈ 3 വകുപ്പിൻ്റെയും ശിക്ഷ സെയിമാണ്. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 37. 37 പറയുന്നത് കോഗ്നൈസബിളും ജാമ്യമില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഈ NDPS ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ NDPS ആക്ട് പ്രകാരം വരുന്ന കേസുകളൊക്കെ ജാമ്യം ലഭിക്കാത്തതും കോഗ്നൈസബിളുമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. അതാണ് സെക്ഷൻ 37 പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ജാമ്യാപേക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അത്തരം റിലീസിനുള്ള ജാമ്യാപേക്ഷയെ എതിർക്കുവാനുള്ള അവസരമുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നിടത്ത് കുറ്റാരോപിതൻ കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനല്ലെന്നും ജാമ്യത്തിലായിരിക്കുമ്പോൾ ആ വ്യക്തി കുറ്റം ചെയ്യാൻ സാധ്യതയില്ലെന്നും വിശ്വസിക്കുന്നതിന് ന്യായമായ കാരണമുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ ജാമ്യത്തിൽ വിടാവുന്നതാണ്. അതാണ് സെക്ഷൻ 37 പറയുന്നത്. എന്താ? ഈ ആക്ട് പ്രകാരം എല്ലാ കുറ്റകൃത്യങ്ങളും ജാമ്യമില്ലാത്തതും കോഗ്നൈസബിളും ആണെന്നാണ് സെക്ഷൻ 37 പറയുന്നത്. അടുത്ത സെക്ഷനാണ് നമ്മുടെ ലാസ്റ്റത്തെ സെക്ഷനാണ് സെക്ഷൻ 68F. 68Fൽ പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കൽ. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 68Fൽ പറയുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാം. 68F എന്ന് പറയുമ്പോൾ ഫ്രീസ് ചെയ്യാന്ന് ആലോചിച്ചാൽ മതി. F എന്ന് പറയുമ്പോൾ ഫ്രീസ് ചെയ്യുക. അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ
ഫ്രീസ് ചെയ്യൽ, മരവിപ്പിക്കൽ, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 68F പറയുന്നത്. അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഏതെങ്കിലും സ്വത്ത് നിയമവിരുദ്ധമായിട്ട് സമ്പാദിച്ച സ്വത്താണെന്ന് കണ്ടുകെട്ടുകയും അത്തരം സ്വത്ത് മറച്ചു വയ്ക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധ്യതയുണ്ടെന്ന് കാണുകയും ചെയ്താൽ ആ സ്വത്ത് പിടിച്ചെടുക്കുവാൻ ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. അത്തരം സ്വത്ത് പിടിച്ചെടുക്കുന്നത് പ്രായോഗികമല്ലെങ്കിൽ പ്രസ്തുത ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെയോ അധികാരപ്പെട്ട അതോറിറ്റിയുടെയോ മുൻകൂർ അനുമതിയില്ലാതെ സ്വത്ത് കൈമാറ്റം ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ പാടില്ലെന്ന് ഉത്തരവിടാം. ഈ വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും ഉത്തരവിനെക്കുറിച്ച് അധികാരപ്പെട്ട അതോറിറ്റിയെ അയക്കുകയും അത്തരം ഉത്തരവിൻ്റെ പകർപ്പ് 48 മണിക്കൂറിനുള്ളിൽ അധികാരപ്പെട്ട അതോറിറ്റിക്ക് അയക്കുകയും വേണം. മേൽപ്പറഞ്ഞ ഉത്തരവുണ്ടാക്കി 30 ദിവസത്തിനുള്ളിൽ അധികാരപ്പെട്ട അതോറിറ്റിയുടെ ഉത്തരവിലൂടെ സ്ഥിരീകരിക്കപ്പെടാത്ത പക്ഷം അതിന് ഫലമുണ്ടാവുകയില്ല. അപ്പോൾ സെക്ഷൻ 68F പറയുന്നത് എന്താ? അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കലിനെ കുറിച്ചാണ്. അതായത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് F എന്ന് പറയുമ്പോൾ ഫ്രീസ് ചെയ്യുക, അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്ത് ഫ്രീസ് ചെയ്യലിനെ കുറിച്ചാണ് സെക്ഷൻ 68F പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സെക്ഷൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. സെക്ഷൻ 25 ആദ്യം നമ്മൾ പഠിച്ച സെക്ഷനാണ് സെക്ഷൻ 25. സെക്ഷൻ 25 എന്താ പഠിച്ചത്? 25 സെൻറ്റ് സ്ഥലം ഒരാൾ വേറൊരാൾക്ക് വാറ്റുണ്ടാക്കാനൊക്കെ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷനെ കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. പിന്നെ പഠിച്ച സെക്ഷൻ ഏതാ? അപ്പോൾ സെക്ഷൻ 25 ശിക്ഷ എന്തായിരുന്നു? ആ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെ ലഭിക്കും. അതാണ് സെക്ഷൻ 25 ശിക്ഷ. അടുത്ത പഠിച്ച സെക്ഷനാണ് സെക്ഷൻ 27. 27 എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 27 വയസ്സായപ്പോൾ അയാൾ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപിക് ലഹരി പദാർത്ഥങ്ങളോ കഴിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 27 പറയുന്നത്. ഇങ്ങനെ കഴിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളാണെന്ന് വെച്ചാൽ 1 വർഷം വരെ കഠിന തടവും 20,000 രൂപ വരെ പിഴയും ലഭിക്കാം. പക്ഷേ പബ്ലിഷ് ചെയ്യാത്ത ലഹരി പദാർത്ഥങ്ങളാണെങ്കിലോ 6 മാസം വരെ കഠിന തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാം. ഓക്കെ, അതാണ് സെക്ഷൻ 27 പഠിച്ചത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 28. 28 എന്ന് പറയുമ്പോൾ എന്താ? 27 വയസ്സിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങി, 28ാമത്തെ വയസ്സിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. ഓക്കെ, അപ്പോൾ 28 എന്ന് പറയുമ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 28 പറയണത്. അപ്പോൾ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് എന്താ ശിക്ഷ? അതേ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന ആ ശിക്ഷ തന്നെ ലഭിക്കും ശ്രമങ്ങൾക്കും. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 31. അപ്പോൾ ഈ പുള്ളിക്കാരന് 31 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇയാളിങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 31 പറയുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്താ ലഭിക്കുക? ശിക്ഷയുടെ 1.5 മടങ്ങ് വരെ നീണ്ടു നിൽക്കാവുന്ന തടവും അതുപോലെ തന്നെ 1.5 മടങ്ങ് വരെ നീണ്ടു നിൽക്കാവുന്ന പിഴയും ലഭിക്കാം. പിന്നെ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് സെക്ഷൻ 31A. 31A പറയുന്നത് എന്താ? കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 31A പറഞ്ഞത്. സെക്ഷൻ 12 അടുത്ത സെക്ഷനായിരുന്നു സെക്ഷൻ 12. സെക്ഷൻ 12 പറഞ്ഞത് മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്നിവയിലെ ബാഹ്യ ഇടപാടുകൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ്. ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 12 പറഞ്ഞത്. ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച്. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ അതായത് ബാരഹിനെ നമ്മൾ ബാഹ്യാന്ന് കണക്ട് ചെയ്തു. ഓക്കെ, ബാഹ്യ ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 12 പറയുന്നത്. അടുത്ത പഠിച്ച സെക്ഷനായിരുന്നു സെക്ഷൻ 19. സെക്ഷൻ 19 എന്താ പറഞ്ഞത്? കൃഷിക്കാരൻ കറുപ്പ് അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 19 പറഞ്ഞത്. അപ്പോൾ നോർത്ത് സൈഡിലൊക്കെ ആളുകൾ ഒരു 19 വയസ്സാകുമ്പോഴേക്കും കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് പഠിച്ചു. അതായത് കൃഷിക്കാരൻ കറുപ്പ് അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 19 പറഞ്ഞത്. പിന്നെ പഠിച്ച സെക്ഷൻ എന്തായിരുന്നു? 24 എന്താ പറഞ്ഞത്? 24 എന്ന് പറയുമ്പോൾ വകുപ്പ് 12 വിരുദ്ധമായിട്ട് ബാഹ്യ ഇടപാടുകൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് 24 പറഞ്ഞത്. അതായത് 12ൻ്റെ ഇരട്ടിയാണ് 24. അതുകൊണ്ട് തന്നെ വകുപ്പ് 12 വിരുദ്ധമായിട്ട് മയക്കുമരുന്നുകളുടെ ബാഹ്യ ഇടപാടുകൾക്കുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. പിന്നെ പഠിച്ച സെക്ഷനായിരുന്നു സെക്ഷൻ 27A. 27Aയിൽ എന്താ പറഞ്ഞത്? അനധികൃത ലഹരി കടത്തലിന് സഹായം നൽകുക അല്ലെങ്കിൽ എന്താ അഭയം നൽകുക എന്ന് പറയുമ്പോൾ അഭയം നൽകുക, അതിനെക്കുറിച്ചൊക്കെയാണ് സെക്ഷൻ 27A പറഞ്ഞത്. പിന്നെ നമ്മളെന്താ ഒരു കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞു,
3 സെക്ഷനുകൾക്കും ഒരേ ശിക്ഷയാണ്. 19-നും 24-നും 27-നും ശിക്ഷ സെയിമാണ്. ശിക്ഷ എന്തായിരുന്നു? 10 വർഷം മുതൽ 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. അടുത്ത സെക്ഷൻ എന്തായിരുന്നു? സെക്ഷൻ 37. 37-ൽ എന്താ പറയുന്നത്? കോഗ്നൈസബിളും ജാമ്യമില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 37 പറയുന്നത്. അതായത് ഈ നിയമപ്രകാരം എല്ലാ കുറ്റകൃത്യങ്ങളും ജാമ്യമില്ലാത്തതാണെന്നാണ് സെക്ഷൻ 37 പറഞ്ഞത്. ലാസ്റ്റത്തെ സെക്ഷൻ നമ്മൾ പഠിച്ചത് 68F ആണ്. എഫ് എന്ന് പറയുമ്പോൾ എന്താ? അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്ത് ഫ്രീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് 68F പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ NDPS ആക്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ശരി.